അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പടച്ചറപ്പിൻ്റെ തുല്യതയില്ലാത്ത അനുഗ്രഹം കൊണ്ട് ഇന്ന് ഞങ്ങൾ എത്തിയത് ഈ യലംലമിലാണ്. അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒക്കെ മീഖാത്തല്ലേ. സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സൗദിയിലേക്ക് വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരും യലംലമാണ്, ഇറാൻ ചെയ്തോളൂ എന്നൊക്കെ പറയല്ലോ. പക്ഷെ ആ യലംലമിന് സാധാരണ നമ്മുടെ നാട്ടുകാരൊക്കെ വരല് വളരെ ദുർലഭമാണ്, വളരെ വിരളമാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൂടെ അറഫയിലെ മസ്ജിദ് നമിറയിൽ പോയി, അതുപോലെ മിനയിലെ മസ്ജിദുൽ ഖൈഫിൽ പോയി. സാധാരണ നമ്മളങ്ങനെ അതൊക്കെ ബസ്സിൽ നിന്നിങ്ങനെ കാണിക്കാറുണ്ട്, അതിൻ്റെ മഹത്വം സംഗതികളൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ, നമ്മുടെ സുഹൃത്തിൻ്റെ മുക്കത്തുള്ള മുഹമ്മദ്, പേര് ഒന്നും പറയുന്നത് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, ഒന്നാണ് അങ്ങനെ വിശദമായി പറയാത്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഇവിടെ വന്നു. അവിടെയൊക്കെ പോയി അതൊക്കെ നേരിട്ട് കണ്ടു. അവിടെയൊക്കെ ഇറങ്ങി ഞങ്ങൾ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേര സമയം ഈ സായാഹ്നത്തിൽ ഞങ്ങൾ യലംലമിൽ, നമ്മുടെ ഇന്ത്യക്കാരുടെയൊക്കെ മീഖാത്തായ യലംലമിൽ ഞങ്ങളെത്തി. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുണ്ട്. നമ്മൾ സാധാരണ നമുക്കറിയാം യലംലം, ദുല്ലുലൈഫ, അതുപോലെ ഖർനുൽ മനാസിൽ, ജഹ്ഫ, സാത്തിർക്ക്, ഇങ്ങനെ തുടങ്ങിയുള്ള മീഖാത്തുകൾ. അപ്പോൾ സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് നമുക്കത് കാണാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വിശാലമായ നല്ല പള്ളിയും ഗംഭീരമായ സൗകര്യവും എല്ലാം ഒത്തുണങ്ങിയ നല്ല പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് വരുന്നവർ, സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത് വളരെ നല്ലതാണ്. അൽഹംദുലില്ലാഹ്. എല്ലാ സെറ്റപ്പോടും കൂടിയുള്ള മീഖാത്താണ്. നല്ലൊരു അന്തരീക്ഷം. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരണം ഈ ബോർഡിൽ നമുക്ക് കാണാം. കഴിയുന്നവരൊക്കെ വരിക. ഇവിടുന്ന് നമ്മളെ മീഖാത്തിൽ ഇറങ്ങി കയറാൻ കിട്ടുമ്പോൾ വേറൊരു സന്തോഷമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.